ഫിഷറീസ് സർവകലാശാല വി.സി. റിജി ജോണിന്റെ നിയമനം റദ്ദാക്കിയതിനെതിരായ ഹർജി അടിയന്തരമായി കേൾക്കണമെന്ന് കേരളം സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടു. ഈ കേസിലെ ഹൈക്കോടതി വിധി മറ്റ് വൈസ് ചാൻസലർ നിയമനങ്ങളെയും ബാധിക്കുമെന്നതും കേരളം കോടതിയിൽ അറിയിച്ചു. ബി ബാലഗോപാൽ നൽകും വിവരങ്ങൾ. ബാലു, ഏത് സാഹചര്യത്തിലാണ് ഈ ഹർജി അടിയന്തരമായി കേൾക്കണമെന്ന് കേരളം ആവശ്യപ്പെടുന്നത്? മറ്റു വിവരങ്ങൾ എന്താണ്? കേരള ഫിഷറീസ് സർവകലാശാല വൈസ് ചാൻസലറായിരുന്ന കെ റിജി ജോണിന്റെ നിയമനം നേരത്തെ കേരള ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു. ഇതിനെതിരെ സംസ്ഥാന സർക്കാരും കെ റിജി ജോണുമാണ് സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നത്. 2022 ഈ ഹൈക്കോടതിയുടെ ഉത്തരവുണ്ടായിരുന്നത്. ഇന്ന് ഈ കേസ് പരിഗണിക്കുന്നതിനായി ജസ്റ്റിസ് സൂര്യകാന്തിന്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ചിന് മുമ്പാകെ ലിസ്റ്റ് ചെയ്തിരുന്നു. പക്ഷേ മറ്റ് കേസുകളുടെ നടപടിക്രമങ്ങൾ നീണ്ടുപോയതിനാൽ ഈ കേസ് വാദം കേൾക്കലിനായി എടുത്തില്ല. ഈ ഹർജി പരിഗണിച്ചിരുന്ന ബെഞ്ച് ഉച്ചയൂണിന് പിരിയുന്നതിന് തൊട്ടു മുമ്പാണ് മുൻ അറ്റോർണി ജനറലും പ്രമുഖ ഭരണഘടനാ വിദഗ്ധനും സീനിയർ അഭിഭാഷകനുമായ കെ വേണുഗോപാൽ ഈ കേസ് അടിയന്തരമായി കേൾക്കണമെന്ന് സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടത്. കെ വേണുഗോപാൽ ഹാജരായിരുന്നത് സംസ്ഥാന സർക്കാരിന് വേണ്ടിയായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഈ മറ്റ് സർവകലാശാലകളുടെ വൈസ് ചാൻസലർ നിയമനത്തെയും ഈ ഹൈക്കോടതിയുടെ വിധി, അതായത് ഈ കേസിലെ ഹൈക്കോടതിയുടെ വിധി ബാധിക്കുന്നുവെന്നും അതുകൊണ്ട് തന്നെ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കേസാണെന്നും സുപ്രീം കോടതി ഈ വിഷയത്തിൽ അടിയന്തരമായ ഒരു വാദം കേൾക്കൽ നടത്തണമെന്നുമാണ് ആവശ്യപ്പെട്ടത്. തുടർന്ന് ബെഞ്ചിന് നേതൃത്വം നൽകിയ ജസ്റ്റിസ് സൂര്യകാന്തും ഈ കേസിന്റെ പ്രാധാന്യം കോടതിക്ക് അറിയാമെന്നും വളരെ വൈകാതെ തന്നെ ഈ കേസ് കേൾക്കാമെന്ന് അറിയിക്കുകയുമാണ് ചെയ്തിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ സംസ്ഥാന ഗവർണർ സ്ഥാനത്ത് ഗവർണറിന്റെ മാറ്റത്തിന് ശേഷമാണ് ഈ സംസ്ഥാനം ഇപ്പോൾ ഇത്തരത്തിലൊരു, അതായത് ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായിരുന്ന കാലത്ത് ദീർഘകാലം ഈ കേസ് കോടതിയുടെ പരിഗണനയിലുണ്ടായിരുന്നു. അന്ന് പക്ഷേ ഇത്തരത്തിലൊരു ആവശ്യം സംസ്ഥാനം കോടതിയിൽ ഉന്നയിച്ചിരുന്നില്ല. ഇപ്പോൾ ഗവർണറുടെ സ്ഥാനമാറ്റത്തിന് ശേഷം ആണ് ഈ കേസ് അടിയന്തരമായി കേൾക്കണമെന്നും മറ്റ് വൈസ് ചാൻസലർ നിയമനത്തെ കൂടി ഇത് ബാധിക്കുന്നുവെന്ന ഒരു വാദം അല്ലെങ്കിൽ ഒരു നിലപാട് സംസ്ഥാനം സുപ്രീം കോടതിയിൽ ഉന്നയിക്കുകയും ചെയ്തിരിക്കുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.